ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് തന്നെയല്ല, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റാണ്. സ്ട്രേഞ്ചേഴ്സുമായിട്ട് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ചാൽ അപരിചിതരുമായിട്ട് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടെത്താനുള്ള സാഹചര്യം അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ തന്നെയല്ല, കേരളത്തിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. ഈ കാറ്റഗറിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരിചയമുള്ളവരുമായിട്ട് ഈ രീതിയിൽ ഡീപ്പായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ അപരിചിതരായിട്ടുള്ളവരോട് ഇവരൊരു വല്ലാത്ത അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ വിചാരങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ മുമ്പിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ സ്ത്രീകൾ തന്നെയല്ല കേട്ടോ, അങ്ങനെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ലേഡിയുണ്ട്. അവർ ഈ ഒരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഒരു വ്യക്തിയായിട്ട് ഒരു പുരുഷനുമായിട്ട് കൂടുതൽ അടുത്ത്, അല്ലെങ്കിൽ പ്രണയിച്ച്, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമുണ്ടായി, അല്ലെങ്കിൽ കൂടുതൽ പരിചയമുണ്ടായിട്ടൊക്കെ സെക്സ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് അതിന് നേരെ ഓപ്പോസിറ്റാണ്. എന്നുവെച്ചാൽ ഈ വിഭാഗത്തിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായിട്ടും അപരിചിതരായിട്ടുള്ളവരോടാണ് ലൈംഗികപരമായ ആസക്തി. ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ശരിക്കും ഇവർക്കൊരു 30-32 വയസ്സുണ്ട്. പക്ഷേ വലിയൊരു ഫാമിലിയിൽ അംഗമാണ്. അപ്പം നാട്ടിലൊക്കെ അറിയപ്പെടുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10 വർഷമായി. പക്ഷേ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് അത്രയ്ക്ക് പോരാ. എന്ന് വെച്ചാൽ ഒരു വീക്ക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതി എന്ന് വെച്ചാൽ ആകെയുള്ള ഒരു ലൈംഗിക പ്രതീക്ഷ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, ഇവർ തമ്മിലാണ്. ഇപ്പം കള്ളക്കളികൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ലൈംഗികതയിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണല്ലോ. അപ്പോൾ ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ മാസ്റ്റർബേഷൻ മാത്രമേ വേറൊരു ഓപ്ഷൻ ഉള്ളൂ കേരളത്തെ സംബന്ധിച്ച്. പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവരെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല പേഴ്സണാലിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നാട്ടിലൊക്കെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോലും, 1-2 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ഒന്ന് സംസാരിച്ചാൽ പോലും ഉടനെ നാട്ടിലുള്ള ഒരു ഇങ്ങനെ ഒരു പ്രചാരണം വരും, അവർക്ക് ഇവനുമായിട്ട് ലൈനാണ്, പ്രണയമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നല്ല വികാരമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഒരാളിൻ്റെ ലൈംഗിക വികാരം എന്ന് പറയുന്നത് ആ ആളിൻ്റെ ജന്മാവകാശമാണ്. അത് മറ്റൊരാൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് സഫർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഏത് രീതിയിൽ അത് എൻജോയ് ചെയ്യണമെന്നുള്ളത് ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, അതുപോലെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൺലൈൻ ജോബ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്കണോമിക് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ജോബ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു മാസത്തിലൊരിക്കൽ ഒരു 1-2 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. കാരണം ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് പോയാൽ 1-2 ദിവസം കഴിഞ്ഞേ വരൂ എന്നുള്ളൊരു എക്സ്ക്യൂസുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ 1-2 ദിവസം ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത വികാരമാണ്. അപ്പോൾ ഈ ദിവസങ്ങളാണ് ഇവർ മീറ്റിംഗ് എന്നും പറഞ്ഞ് പോകുന്നത്. എന്നുവെച്ചാൽ ഒരു 2-3 ജില്ലയ്ക്ക് അപ്പുറമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവരാദ്യം ചെയ്യുന്നത് അവർക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു ഹോട്ടലിൽ പോയി റൂം എടുക്കും. അപ്പോൾ ബിസിനസ് ആവശ്യം എന്നുള്ള രീതിയിലാണ് ഹോട്ടലിലും പറയുന്നത്. അങ്ങനെ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. എന്നുവെച്ചാൽ ഇവരെ കണ്ടാൽ ആര് കണ്ടാലും ഒന്ന് നോക്കും കേട്ടോ, അതുപോലെ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു കക്ഷിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർ 1-2 ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇവരുണ്ടാക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പരിചയപ്പെടാൻ, പ്രത്യേകിച്ച് സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഒരു പുരുഷനെ പരിചയപ്പെടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അവർക്ക് പറ്റുന്ന 1-2 പേരെ ഇവർ കണ്ടെത്തും. അപ്പോൾ തിരിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ഇവരുടെ കൂടെ ഒരു പുരുഷനും കാണും. അപ്പം ഈ ആളിനോടും അവർ പറയുന്നത് ഒരു ബിസിനസ് ആവശ്യത്തിനാണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിന് വന്നതാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ 2 പേരും സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട്
അവർക്ക് അവരുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ഏത് രീതി ചെയ്യാനും അവർ തയ്യാറാണ് ഈ സമയത്ത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ ഇവരുടെ നാടോ യഥാർത്ഥത്തിലുള്ള പേരോ ഒന്നും അല്ല അവർ പറയുന്നത്. അങ്ങനെയൊന്നും അറിയാത്ത ഒരാളിൻ്റെ മുമ്പിൽ പൂർണ്ണ നഗ്നയായിട്ട് നിൽക്കുമ്പോൾ ഇവർക്കൊരു വല്ലാത്ത അനുഭൂതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവരൊരു തൊട്ടാവാടിയായിട്ടുള്ള സ്ത്രീയൊന്നുമല്ല. ഒരു പുരുഷനേക്കാൾ നല്ല തൻ്റെ ഇടമുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു പ്രാവശ്യം ഇവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 പേരുമായിട്ട് കളിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നാട്ടിൽ ഒരു പുരുഷൻ്റെ മുഖത്ത് പോലും ഇവർ ശരിക്കും നോക്കാറില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും 1-2 രീതികളോട് ഇവർക്ക് ഭയങ്കര ക്രേസാണ്. ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓറൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യുക തന്നെയല്ല, ചെയ്യിപ്പിക്കാനും ഇഷ്ടമാണ്. അതുപോലെ പാൻറ്റീസ് മാത്രം ഇട്ട് ഒരു അന്യപുരുഷൻ്റെ കൂടെ റൂമിനകത്ത് ഇങ്ങനെ കഴിയുന്നത്. പാൻറ്റീസ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ ഇവർ തന്നെ പുരുഷൻ്റെ കൈ എടുത്ത് ബ്രസ്റ്റിലോട്ട് വെക്കും പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ബ്രസ്റ്റിൽ ഇങ്ങനെ പിടിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു സ്റ്റിമുലേഷൻ, അവർക്ക് ശരിക്കും ആ സ്റ്റിമുലേഷനും നല്ല മൂഡും ആകുന്നത്. ഈ അല്ലാത്ത സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു നാണവും ചമ്മലും ഒക്കെ തോന്നാമെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ചമ്മലും ഇല്ല. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ തന്നെത്താൻ അതെടുത്ത് വായിലോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് അവർ ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവർക്ക് പരിചയമുള്ളവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവരെ അറിയുന്നവരുമായിട്ടും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ സാമൂഹ്യപരമായിട്ട് ഭയമുള്ളവർ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിനകത്ത്. ഒരുപക്ഷെ അത് അങ്ങനെ ഒരു സംസ്കാരം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനൊരു സാമൂഹ്യ പശ്ചാത്തലം കിടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും രഹസ്യമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ധാരാളം പുരുഷന്മാർ ഇതേ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടേതായ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം, എന്ന് വെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടുപിടിച്ച് വെക്കും. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ. നെഗറ്റീവും ഉണ്ട്. പക്ഷേ അതിനകത്തൊരു നെഗറ്റീവ് സംഭവിക്കാത്ത രീതിയിൽ യുക്തിപരമായി ഇതിനെ സമീപിക്കുന്നത് ഓരോരുത്തരുടെയും കഴിവാണ്. അപ്പോൾ 1 മാസം ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വികാരമാണ് 1-2 ദിവസം അവരവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഫോഴ്സ് അതിന് കാണും കേട്ടോ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് നല്ല വികാരമുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഈ സമയത്തൊക്കെയാണ് നമ്മൾ വെറൈറ്റി രീതികളിന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം അയാൾ ചോദിച്ചു അയാളുടെ കൂട്ടുകാരനെ ഒന്ന് വിളിക്കട്ടെ എന്ന്. പക്ഷേ പുള്ളിക്കാരി ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരൻ വന്നപ്പോൾ ഈ പുള്ളി അങ്ങ് പോയി, ആദ്യത്തെ പുള്ളി അങ്ങ് പോയി. പക്ഷേ കൂട്ടുകാരനുമായിട്ടും ഇവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം അവർ പറയുന്നത് അവർക്ക് ഇതിനൊക്കെയുള്ളൊരു മനസ്സ് വരാൻ കാരണം ഇവർ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ടാണ്. അതേസമയം ഇവരുടെ സ്ഥാനത്ത് ഇവരുടെ വീടിനെ അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഇവരെ അറിയുന്നവരാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഇവരിങ്ങനൊരു വഴി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? കൂടുതലായിട്ട് നമ്മളവരെ മനസ്സിലാക്കിയപ്പോഴാണ് അവർ കാര്യം തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് നാട്ടിലൊരു പരിചയക്കാരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വലിയ പ്രേമമൊന്നുമല്ല, എന്നാൽ ചെറിയൊരു പ്രേമം, നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയത്തില്ലയോ, അതുപോലെ. പക്ഷേ നാട്ടിലുള്ള ആളാണ്, ഇവരുടെ വീടുമായിട്ടൊക്കെ നല്ലോണം അറിയുന്ന ആളാണ്. അങ്ങനെ ഇയാളുമായിട്ട് 1-2 പ്രാവശ്യം ഇവർ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഭയങ്കര സംശയമായി ഇവരെ. സംശയം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ് ഇവർ തമ്മിലങ്ങ് ശത്രുക്കളായി. അങ്ങനെ ഇവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ നാട് മുഴുവൻ അങ്ങ് പാട്ടാക്കി, ഇവരെ ആകെ നാണം കെടുത്തി. അങ്ങനെ ആ സംഭവത്തോടു കൂടി സ്വാഭാവികമായിട്ടും അവരുടെ ബ്രെയിനിൽ വന്ന ഒരു ഊർജ്ജമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഊർജ്ജം നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഊർജ്ജത്തിന് എത്ര റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഊർജ്ജമാണ് ഇവരെ കൊണ്ട് 2 ജില്ലയ്ക്കപ്പുറമൊക്കെ പോയി റൂമെടുത്ത് താമസിപ്പിച്ച് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അവർക്കൊരു ഗിൽറ്റി ഫീലിങ്സ് ഇല്ല, ഒരു കുറ്റബോധമില്ല. അപ്പം അവരെ സംബന്ധിച്ച് അവർക്കിതൊരു ആവശ്യകതയായിട്ട് അവരുടെ മനസ്സങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഈ ഒരു രീതിയിലാണ്. ശരിക്കും ഇപ്പോൾ അവർക്ക് ഹസ്ബൻഡുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ എല്ലാവരും യുണീക്ക് ആയതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.